വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശികളുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. മുംബൈയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. മൃതദേഹങ്ങൾ സ്വീകരിക്കുന്നതിനായി മന്ത്രിമാരടക്കമുള്ളവർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, CP ജോൺ, PC വിഷ്ണുനാഥ് അടക്കമുള്ളവരുണ്ട്. കൊടിക്കുന്നിൽ സുരേഷുണ്ട്. വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് മറ്റ് നടപടികൾ? ദിബീഷ്, വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ള മൃതദേഹങ്ങൾ ഈ പുറത്തേക്കെത്തും. ഇപ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെ കാർഗോ വിഭാഗത്തിലാണ്, ആ പ്രദേശത്താണ് ഈ മൃതദേഹങ്ങൾ എത്തുക. തുടർന്ന് രണ്ട് ആംബുലൻസ്, നോർക്കയുടെ തന്നെ ആംബുലൻസുകൾ ഇവിടെ സജ്ജമായി നിൽപ്പുണ്ട്. അതിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കും ആദ്യം മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. ഇപ്പോൾ എന്തായാലും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ മൃതദേഹം കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 2 മന്ത്രിമാർ കൂടി എത്തിയിട്ടുണ്ട്. മന്ത്രി PC വിഷ്ണുനാഥ്, മന്ത്രി CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ആ നാടുമായി ബന്ധപ്പെട്ടുള്ള വലിയ സ്വാധീനമാണുള്ളത്. ഈ വിക്ടറി എന്ന പേരുള്ള വലിയ ഈ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉൾപ്പെടെയുള്ള ഈ വൈദ്യശാസ്ത്ര രംഗത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വലിയ സംരംഭത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള ആ പ്രദേശത്ത് വലിയ സ്വാധീനമുള്ള കുടുംബമാണ്. നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണുള്ളത്. അങ്ങനെ നാട്ടിൽ സജീവമായി ഇടപെടുന്ന ആളുകളായിരുന്നു ആ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വൻ ജനാവലി അവിടെ ഈ ഒരു അവസാന കാഴ്ചയ്ക്കായി AC തോമസും ലവ്ലിനെയും അവസാനമായി കാണാനായി നിരവധി ആളുകൾ കൊട്ടാരക്കരയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഫ്ലൈറ്റ് മുംബൈയിൽ നിന്ന് വിമാനം അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിയറ്റ്നാമിലേക്ക് പോകുന്ന ഘട്ടത്തിലൊക്കെ കുടുംബവുമായി ഓരോ ഘട്ടത്തിലും മൊബൈലിലൂടെയൊക്കെ ഫോട്ടോയായും മെസ്സേജായും ഒക്കെ സംസാരിച്ചിരുന്നു. ഇവർ ഏറ്റവും ഒടുവിൽ ഈ ബോട്ട് യാത്രയ്ക്ക് പോകും മുൻപ് ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടാകില്ല, പിന്നീട് പോയി മടങ്ങി വന്ന ശേഷം വിളിക്കാം എന്ന് പറഞ്ഞാണ് AC തോമസ് അവസാനമായി ഒരു മെസ്സേജ് അയക്കുന്നത്. സഹോദരനാണ് മെസ്സേജ് അയച്ചത്. അതിനുശേഷമാണ് ഈ ദുഃഖവാർത്ത നാടിനെ തേടിയെത്തുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവിടെ, ബന്ധുക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ ആശുപത്രിയിലേക്ക്, കൊട്ടാരക്കര ആശുപത്രിയിലേക്കായിരിക്കും പോവുക. നാളെയാണ് പൊതുദർശനവും തുടർന്ന് സംസ്കാര ചടങ്ങുകളും നടക്കുന്നത്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിന് തന്നെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, MP കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ അവിടെയുണ്ട്. പിന്നീട് കൊട്ടാരക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്നാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്. വിയറ്റ്നാമിലെ വിനോദയാത്രയ്ക്കിടെയാണ് ബോട്ട് മുങ്ങുകയും മരണം സംഭവിക്കുകയും ചെയ്തത്.